നാം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ ആരാണ്? ഉത്തരം ശുഭാംശു ശുക്ല. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ആര്? ഉത്തരം ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 മിഷൻ ദൗത്യ സംഘത്തിലെ മറ്റ് സഞ്ചാരികൾ ആരൊക്കെ? ഉത്തരം പെഗ്ഗി വിറ്റ്സൺ US, സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നീവ്സ്കി പോളണ്ട്, ടിബോർ കാപ്പു ഹംഗറി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സെലനോളജി. പഠനശാഖ സെലനോഗ്രാഫി. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1 റഷ്യ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യനാര്? ഉത്തരം യൂറി ഗഗാറിൻ. മനുഷ്യന്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ജൂൾസ് വേണിന്റെ നോവൽ ഏത്? ഉത്തരം ഫ്രം ദ എർത്ത് ടു ദ മൂൺ. 1865 പുറത്തിറങ്ങി. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം വാലന്റീന തെരഷ്കോവ. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം അനൗഷെ അൻസാരി. ചന്ദ്രനിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലുതും ആഴമേറിയതും പഴക്കമേറിയതുമായ ഗർത്തം ഏതാണ്? ഉത്തരം സൗത്ത് പോൾ ഐറ്റ്കൻ. ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം തായ്ക്കോനട്ട്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? ഉത്തരം സൂര്യൻ. ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനമേത്? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ വച്ചാണ്? ഉത്തരം കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ, USA. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏത്? ഉത്തരം ചന്ദ്രയാൻ 1. വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏത്? ഉത്തരം GSLV മാർക്ക് 3. 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO സ്ഥാപിതമായത് എപ്പോൾ? ഉത്തരം 1969 ഓഗസ്റ്റ് 15. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ V നാരായണൻ.
ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? ഉത്തരം 2023 ജൂലൈ 14. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏതാണ്? ഉത്തരം ഹിജ്റ കലണ്ടർ. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറമെന്ത്? ഉത്തരം കറുപ്പ്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആര്? ഉത്തരം കൽപ്പന ചൗള. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര്? ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ആഗസ്റ്റ് 23. 2023 ആഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ സ്മരണാർത്ഥം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം എഡ്യൂസാറ്റ്. 2004 സെപ്റ്റംബർ 20 വിക്ഷേപിച്ചു. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഗലീലിയോ ഗലീലി. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏത്? ഉത്തരം നാസ. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം രോഹിണി. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഫോബോസ്, ചൊവ്വയുടെ ഉപഗ്രഹം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ഉത്തരം ശുക്രൻ. ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ഏത്? ഉത്തരം ക്ലോറല്ല. ഒരു വ്യാഴവട്ടക്കാലം എന്നത് എത്ര വർഷമാണ്? ഉത്തരം 12 വർഷം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? ഉത്തരം സുനിത വില്യംസ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഉത്തരം കൽപ്പന ചൗള. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരെന്ത്? ഉത്തരം റിഗോലിത്ത്. ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഏത്? ഉത്തരം തിങ്കൾ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ആര്യഭടൻ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമന്റ് ചെയ്യൂ. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെ ഭാരം എത്രയായിരിക്കും?